കോഴിക്കോട് ICU പീഡനക്കേസിൽ അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം അവസാനിപ്പിച്ചു. ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് കൈമാറാൻ IG കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി. IGയുടെ ഉത്തരവ് വിശ്വസിച്ചാണ് സമരം അവസാനിപ്പിക്കുന്നത് എന്ന് അതിജീവിത പ്രതികരിച്ചു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, വിവരങ്ങൾ. പ്രവിത, ഈ കേസ് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി IG നിർദ്ദേശം നൽകിയിരുന്നു. അതിജീവിതയുടെ പരാതി അന്വേഷിച്ച് 18 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രി IG നൽകിയിരിക്കുന്ന നിർദ്ദേശം. IG ഇത് സംബന്ധിച്ചിപ്പോൾ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് അതിജീവിതയുടെ ആവശ്യം ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിക്കണമെന്നുള്ളതായിരുന്നു. ആ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറണമെന്നാണ് ഇപ്പോൾ IG കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ നിമിഷം ഇപ്പോൾ അതിജീവിത നമ്മളോടൊപ്പം നുണ്ട്. വിവിധ ഘട്ടങ്ങളായി 12 ദിവസം നടത്തി വന്ന സമരമാണ് ഇപ്പോൾ പിൻവലിക്കുന്നത്. എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്? IG കമ്മീഷണർക്ക് കൊടുത്ത ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇന്നോ നാളെയോ റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കുമോ തുടർ നടപടികൾ? തീർച്ചയായും റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്തായാലും നിയമ നടപടികൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ സ്വീകരിക്കും. റിപ്പോർട്ടിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? കാരണം മുൻ മെഡിക്കൽ കോളേജ് ACP ആണല്ലോ ഈ അന്വേഷണം നടത്തിയത്. അപ്പം എന്താണ് റിപ്പോർട്ടിൽ താങ്കൾക്ക് അനുകൂലമായ ഒരു ഇതുണ്ടാകുമെന്നാണോ? എനിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സത്യം മാത്രമാണ് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിൽ അവർ തെറ്റായ ഒരു മൊഴി ആ ഡോക്ടർ കൊടുത്തു എന്നുള്ളത് ഞാൻ ആരോപിച്ചതാണ്. അപ്പം അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും റിപ്പോർട്ട് കിട്ടിയിട്ട് തുടർ നടപടികൾ സ്വീകരിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ മൊഴി കൃത്യമായി അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പ്രീതി രേഖപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു അതിജീവിതയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് ACP സുദർശൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. ഈ അന്വേഷണ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അതിജീവിത സമരം നടത്തി വന്നത്. നമ്മളിപ്പോൾ ഉള്ള കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലായിരുന്നു സമരം. 2 ഘട്ടങ്ങളായി നടത്തി വന്ന 12 ദിവസത്തെ സമരമാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് കയ്യിൽ ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അതിജീവിത ഇപ്പോൾ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രവിത. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.